എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ലൈബ്രറിയുടെ അവിടെ വെച്ച് പ്രീവിയസ് ലവ് എന്ന ഒരു ബുക്കാണ് കോങ് അന്വേഷിക്കുന്നത് എന്ന് കാണുന്ന ഓമിന് ആ ബുക്കും തന്റെ ചേട്ടൻ തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് നിനക്ക് എന്തിനാ ബുക്ക് എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കരമായി വയലന്റ് ആവുന്നുണ്ട്. അവൾ ഇത് അവളുടെ ചേച്ചിക്ക് വേണ്ടിയാണ് എടുക്കാൻ വന്നതെങ്കിലും ആ കാര്യം അവനോട് പറയാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ വിടാതെ അവളെ പിടിച്ചു നിർത്തി അവൻ ഭയങ്കരമായി ആദ്യം ദേഷ്യത്തിലും പിന്നീട് ആ ഒരു ദേഷ്യം സങ്കടത്തിലുമായി മാറി അവളോട് അവൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അവൾക്ക് ആദ്യം വല്ലാതെ സങ്കടം വന്നെങ്കിലും അവന്റെ ഈ ഒരു കരച്ചിലും ആ ഒരു വിഷമം ഒക്കെ കാണുമ്പോൾ ആ ഒരു സങ്കടം വല്ലാത്തൊരു സങ്കടത്തിലേക്ക് അവളെ വീണ്ടും കൊണ്ടുപോകുന്നുണ്ട്. അവൻ ഈ കരയുന്നത് കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റാതെ പതിയെ അവന്റെ കവിളിൽ തൊട്ട് അവൾ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവനും അങ്ങനെ തന്നെ നിൽക്കാണ്. ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓമിന്റെ ഗേൾ ഫ്രണ്ട് എത്തുന്നു. അവളാകട്ടെ എന്തിവിടെ നടക്കുന്നതെന്ന് മറ്റുള്ള ദേഷ്യപ്പെടുമ്പോഴേക്കും പെട്ടെന്ന് തെന്നി മാറുന്നവൻ ഒന്നുമില്ല ഇവിടെ ബുക്ക് തപ്പുമായിരുന്നു ഞാനും ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന രീതിയിൽ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോകുന്നു. അന്ന് വീട്ടിലേക്ക് ഓം പോകുമ്പോഴേക്കും അവൻ കാണുന്ന കാഴ്ച അമ്മ ഇരുന്ന് കരയുന്നതാണ്. ആ പ്രീവിയസ് ലവ് എന്ന ബുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ഇരുന്ന് കരയുന്ന അമ്മയാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് അമ്മ കരയുന്നതെന്ന് അറിയില്ല. എന്തായാലും അവൻ ഈ കാഴ്ച കണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് എത്തി. അമ്മ ആ ബുക്ക് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും താൻ ഇങ്ങനെ ബുക്ക് പിടിച്ച് കരയുന്ന കാഴ്ച കണ്ട് ഓം നിൽക്കുന്ന കാര്യം അപ്പോഴാണ് അമ്മ അറിയുന്നത്. അമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തായാലും കണ്ണുനീര് തുടച്ചുകൊണ്ട് അമ്മ ശരി എന്നാ എന്ന് പറഞ്ഞ ആ ബുക്ക് അവന് കൊടുക്കുന്ന ടീം ഈ ബുക്ക് അമ്മയുടേതാണോ, അമ്മയ്ക്ക് ആരെയും ബുക്ക് തന്നെന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് തന്നതാണെന്നും പറഞ്ഞ് അമ്മ ആ ബുക്ക് അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ബുക്കുമായി അത് വായിക്കാനായി റൂമിലേക്ക് പോകുന്ന ഓമിനാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. മായയുടെ മരണശേഷം ഹസ്ബൻഡ് ഇട്ടിട്ട് പോയ ഓമിന്റെ അമ്മയുണ്ടല്ലോ ഭയങ്കര സങ്കടത്തില് കരഞ്ഞുകൊണ്ട് ആ ഒരു ബുക്കും പിടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം അവരുടെ അടുത്തേക്ക് മായയുടെ അച്ഛന് സിനിമയുടെ വീഡിയോ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ അവരെത്തുന്നു. അവരെത്തി ഈ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ നിന്റെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി നോർത്ത് സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ടവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല, എന്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയാലും എനിക്കൊരു മകൻ ഉണ്ടല്ലോ, എനിക്ക് അവന്റെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ലേഡി മുന്നേ ഇവരുടെ ഹസ്ബൻഡിനോട് മിണ്ടുന്നത് കണ്ട ഓമിന്റെ അമ്മ ഭയങ്കര ഒരു അസൂയോട് കൂടി നോക്കിയിരുന്നത് നമ്മൾ കണ്ടിരുന്നു ഒരു എപ്പിസോഡില്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് ഇവർക്കിടയിലെ ഒരു പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു രഹസ്യം ഇവർക്കിടയിൽ ഉള്ള കണക്ക് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ആ ബുക്ക് വായിക്കുന്ന ടൈം അവൻ അതില് കോങ്ങിന്റെ ചേച്ചിയുടെ പേര് കാണാം. അപ്പോഴാണ് അവന് ആക്ച്വലി തന്റെ ചേട്ടനും ചേച്ചിയും തമ്മിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാവുന്നത്. ഭയങ്കരമായി ദേഷ്യം വരുന്നു. എന്റെ ചേട്ടൻ ഇഷ്ടപ്പെട്ടിരുന്ന ആള് തന്നെയാണോ എന്റെ ചേട്ടന്റെ ജീവൻ എടുത്തതെന്ന് ഭയങ്കര കലിപ്പിൽ അവൻ വേഗം തന്നെ ആ ബുക്കുമായി കോങ്ങിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവളുടെ ചേച്ചിക്ക് വേണ്ടിയാകാം കോങ്ങി ബുക്ക് തപ്പി വന്നതെന്ന് കറക്റ്റ് ഗസ് ചെയ്ത് അവൻ അവളുടെ അടുത്ത് എന്ന് സത്യം പറ നിനക്ക് എന്തിനാ ബുക്ക്, എന്ത് നിന്റെ ചേച്ചിയും എന്റെ ചേട്ടനും തമ്മിലുണ്ടായിരുന്ന ബന്ധമെന്നെല്ലാം ഭയങ്കരമായി ഷൗട്ട് ചെയ്യുമ്പോൾ അതിനുത്തരം പറയാൻ കഴിയാതെ കോങ്ങ കിട്ടും. നിനക്ക് എന്നെ തല്ലിയാല് ഇപ്പോൾ നിന്റെ ദേഷ്യം തീരുമെങ്കിൽ എന്നെ തല്ല്, പക്ഷെ എനിക്ക് ആ ബുക്ക് വേണമെന്നും പറഞ്ഞ് അവനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവളാകട്ടെ അവൻ തല്ലാൻ പറഞ്ഞിട്ടും തല്ലാതെ നിൽക്കുന്ന ആ ഒരു ടീം അവന്റെ കൈ പിടിച്ച് സ്വന്തമായി മുഖത്ത് അടിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവൻ പ്രതികരിക്കാതെ അവൾ അടിക്കുന്ന അത് തടയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അടി സ്വന്തമായിട്ട് അടിച്ചിട്ടാണെങ്കിൽ പോലും അവൾ താഴേക്ക് വീഴുന്നു. ഈ ഒരു സമയം അങ്ങോട്ടേക്ക് ഫ്ലൂവും ലൂക്കും എത്തുന്നുണ്ട്. അവര് വരുമ്പോ കാണുന്ന കാഴ്ച ഓം നിൽക്കുകയും അവൻ അടിച്ച കണക്ക് താഴേക്ക് വീഴുന്ന കോങ്ങിനെയുമാണ്. ഫ്ലൂ ആകട്ടെ ഓം കോങ്ങിനെ അടിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ഭയങ്കരമായി വയലന്റ് ആവുന്നു. അവനോട് വഴക്കുണ്ടാക്കാനായി പോകുന്നു. പക്ഷെ കോങ് ആകട്ടെ അതിൽ ഇടപെടുന്നുണ്ട്. അവൾ വേഗം തന്നെ ഫ്ലൂവിനെ പിടിച്ചു മാറ്റി അവനോട് വഴക്കുണ്ടാക്കണ്ട, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാ തെറ്റും ഞാൻ കാരണം സംഭവിക്കുന്ന ഞാൻ ആ തെറ്റുകാരി എന്നും പറഞ്ഞ് ഫ്ലൂവിന്റെ അടി കൊണ്ട് താഴേക്ക് വീണ ഓമിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ഓമിനോട് വളരെ കെയർ ഉള്ള കണക്ക് അവിടെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. കോങ്ങിന് വേണ്ടി ഓമിനോട് വഴക്കുണ്ടാക്കിയ ഫ്ലൂ ആകട്ടെ ഇതൊക്കെ കണ്ട് ആകെ എളിഭ്യനായി നിൽക്കുന്നു. എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ലൂക്ക് ഫ്ലൂവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഫ്ലൂവിനെ പിടിച്ച് മാറ്റിയിരുത്തി ലൂക്ക് അവനോട് സംസാരിക്കുകയാണ്. ലൂക്കിന് സത്യം പറഞ്ഞാൽ ഫ്ലൂവിനോട് ഒരു താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഫ്ലൂവിന് അറിയില്ല. അവളാകട്ടെ ഫ്ലൂവിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോ അവന് തീർച്ചയായും കോങ്ങിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അവനോട് അവൾ പറയുന്നത് നീ ഇത്രയും നാളും നിന്റെ അനിയനെ പോലെ കൊണ്ടു നടന്ന ഓമിനെ എന്ത് കാരണം കൊണ്ടാണേലും അടിച്ചത് ശരിയായില്ല. അതുകൊണ്ട് നിങ്ങൾക്കിടയിലെ പ്രശ്നം ഗുരുതരമാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആ രീതിക്ക് പോവാതെ സോൾവ് ചെയ്യണം. കൂടാതെ നിനക്ക് കോങ്ങിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഇഷ്ടം ചുമ്മാ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അത് അവളോട് പ്രപ്പോസ് ചെയ്യണം. അതും എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലതാണ്. അത് എപ്പോഴും മനസ്സിൽ ഓർത്ത് വേണം മുന്നോട്ട് പോകാനെന്നും അവൾ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഓം ആകട്ടെ ആ തിയേറ്ററിലേക്ക് പോകുന്നതാണ്. ഓമിനെ കൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ അവന്റെ ചേട്ടൻ സിനിമ കാണാനായി വന്ന അതേ തിയേറ്ററിലേക്ക്, പിന്നീട് അവന്റെ ചേട്ടന്റെ മൃതദേഹം കണ്ട അതേ തിയേറ്ററിലേക്ക് തന്നെ. അവിടെ എത്തുമ്പോ സോ എന്നൊരു പയ്യനെ ഓം കാണുന്നുണ്ട്. സോ മായിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ ഇവിടേക്ക് ഓം വരുന്നത് കണ്ട് എന്താടാ പതിവില്ലാതെ ഈ സമയത്ത് ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ചേട്ടനെ എനിക്ക് വല്ലാണ്ട് മിസ്സായി അതുകൊണ്ട് വന്നെന്നും പറഞ്ഞു അകത്തേക്ക് കയറി പോകുന്ന ഓമിനെ സോ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പുറത്ത് ഓം ഇങ്ങോട്ട് വന്ന ആ വണ്ടി ഇരിപ്പുണ്ട്. മായ അന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച് ഓമിന്റെ സിനിമ കാണിക്കാൻ കൊണ്ടുവന്ന അതേ വണ്ടി തന്നെ. അതിലേക്കും മായയെ ഓർത്തുകൊണ്ട് സോ കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. എന്നിട്ട് പതിയെ അകത്തേക്ക് ചെന്ന് ഓമിന്റെ അടുത്തിരിക്കുമ്പോഴേക്കും മായയുടെയും കോങ്ങിന്റെ ചേച്ചിയുടെയും ആ ഒരു പ്രണയത്തെ പറ്റി സോയ്ക്ക് അറിയില്ലായിരുന്നു എന്ന് സോ മായയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അറിയാവുന്ന ഓം ചോദിക്കുമ്പോൾ എനിക്കറിയായിരുന്നു എന്ന് പറയുന്ന സോ ആട്ടെ, പക്ഷെ അന്ന് മായ കൊല്ലപ്പെട്ട ദിവസം ഞാൻ ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സോ പറയുന്നു.
പറയുന്നു. ഞാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മായ്ക്ക് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് സോ ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുന്ന ഒക്കെ തന്നെ മാറി നിന്ന് ആ തിയേറ്ററിന്റെ ഉടമയുണ്ടല്ലോ, ലഹരി മരുന്ന് കച്ചവടത്തിന് വേണ്ടി ഫ്ലൂവിന് ഉപയോഗിക്കുന്ന മുന്നേ മായി ഉപയോഗിച്ചിരുന്ന അതേ തിയേറ്റർ ഉടമ, അയാള് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടുത്ത ദിവസമായിട്ട് കോങ്ങിനെ സ്കൂളിൽ വെച്ച് കാണുന്ന ഓമിന്റെ ഗേൾ ഫ്രണ്ട് അവളോട് നീ എന്താ ലൈബ്രറിയിൽ വെച്ച് ഓമിന്റെ അടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്, അവനെ വളച്ചെടുക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ ചോദിച്ച് അവളോട് വഴക്കുണ്ടാക്കുകയും കാരണക്കുറ്റിക്ക് അടിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും കോങ്ങിന്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വന്ന് അത് തടയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഇഷ്യൂ പ്രിൻസിപ്പൾ അറിയുന്നു. ഓമിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അമ്മയാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ. സ്വന്തം മകളാണെന്ന് കരുതി അവളെ വഴക്ക് പറയാതെയോ ശിക്ഷിക്കാതെയോ വിടാനായി ആ പ്രിൻസിപ്പൾ തയ്യാറല്ല. വഴക്കുണ്ടാക്കിയത് തന്റെ മകളാണെന്ന് മനസ്സിലാക്കി അവൾക്ക് ടോയ്ലറ്റ് ക്ലീനിങ് ആണ് പണിഷ്മെന്റ് ആയി അവർ നൽകുന്നത്. അങ്ങനെ അവൾ വേറെ വഴിയില്ലാതെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് കോങ്ങിനെ ഈ പെണ്ണ് അടിച്ച കാര്യം അറിഞ്ഞ് ലൂക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. നീ എന്റെ ഫ്രണ്ടിനെ അടിക്കുമല്ലെന്ന് ചോദിച്ച് ആ ഒരു കാര്യത്തിന്റെ പേരിൽ കലിപ്പില് ലൂക്ക് ആ പെണ്ണിനിട്ട് 2 എണ്ണം കൊടുക്കുന്നു. പിന്നീട് ഇതറിയുന്ന കോങ്ങട്ടെ തനിക്ക് വേണ്ടി ആരോടും വഴക്കുണ്ടാക്കരുത്, അത് നിനക്ക് തന്നെ പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞ് ലൂക്കിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ പ്രശ്നമൊന്നും ഒരു കാര്യമല്ല, എനിക്ക് നിന്നോടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ് വലുത്, നിന്നെ ആരെങ്കിലും തൊട്ടാല് എനിക്കത് കണ്ടോണ്ട് നിൽക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഓമിന്റെ അടുത്തേക്ക് എത്തുന്ന ഫ്ലൂ മുന്നേ ഇവർക്കിടയിൽ കോങ്ങിന്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായല്ലോ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ എന്റെ അനിയന്റെ സ്ഥാനത്ത് കണ്ടു എന്നതൊക്കെ സത്യമാണ്, പക്ഷെ നീ കോങ്ങിനെ ഉപദ്രവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല, ഇനി അവളെ നീ തൊട്ടാല് എനിക്ക് വീണ്ടും ഇതേ കണക്ക് തന്നെ റിയാക്ട് ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഫ്ലൂ പറയുന്നത്. എന്തെങ്കിലും ഫ്ലൂവിന്റെ ആ വാക്ക് കേട്ട് അയ്യോ ഇനി ഞാൻ ഒന്നും തന്നെ കോങ്ങിനെ ചെയ്യില്ല എന്നൊരു ആറ്റിറ്റ്യൂഡൊന്നും അവിടെ ഓം കാണിക്കുന്നില്ല. ഇനി ഞാൻ അവളെ ഉപദ്രവിക്കും, പുറകെ നടന്ന് ശല്യപ്പെടുത്തും, നീ എന്ത് ചെയ്യുന്നു, അവളോടുള്ള പ്രതികാരം വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ ഓമിന്റെ വർത്തമാനം. എങ്കിൽ നീയും ഞാൻ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല, അനിയനായി കണ്ടുമൊക്കെ ഞാൻ അങ്ങ് മറക്കുമെന്ന് ഫ്ലൂ പറയുമ്പോൾ ദേഷ്യം വന്ന് ഓമാകട്ടെ ഫ്ലൂവിനിട്ട് നല്ലൊരു ഇടി കൊടുക്കുന്നു. അങ്ങനെ ഓമിന്റെ ഇടി കൊണ്ട ഫ്ലൂ ആകട്ടെ ദേഷ്യത്തിലല്ല മറിച്ചൊരു ഞെട്ടലിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഒരു കുഞ്ഞനിയനെ പോലെ വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്നവൻ താൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് പെട്ടെന്ന് ഈ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കോങ്ങിനെ കാണാനായി ഫ്ലൂ പോകുന്നുണ്ട്. ആ സമയം കോങ് ആകട്ടെ കഴിഞ്ഞ ദിവസം ഓമിനെ ഫ്ലൂ അടിച്ചതിന്റെ ഒരു ഇഷ്ടക്കേടൊക്കെ അവനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന അവൻ അവളുടെ പിണക്കം മാറ്റാനായി അവളെ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ചെറിയൊരു ട്രീറ്റ് കൊടുക്കാനായി. അങ്ങനെ പതിയെ കോങ്ങിന്റെ പിണക്കമൊക്കെ മാറിയെന്ന് മനസ്സിലാക്കുന്ന ഫ്ലൂ ആകട്ടെ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന സമയത്ത് അവളോട് അവനുള്ള ആ ഒരു ഇഷ്ടം തുറന്നു പറയുന്നു. അത് ഒട്ടും തന്നെ കോങ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ പിടിച്ചിരുന്ന കൈയൊക്കെ തട്ടിമാറ്റുന്ന അവൻ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നും അവനൊരു ബ്രദറായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അവനോട് വ്യക്തമാക്കുന്നുണ്ട്. ഇതേ ടീം കോങ്ങിന്റെ അമ്മ ക്ലീനിങ് ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അവരൊന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ടീം. ആക്ച്വലി അവർ ജോലിക്ക് പോകുന്നത് ഈ ലഹരി മരുന്ന് കച്ചവടത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ഗ്യാങ്ങിന്റെ ഏറ്റവും തലപ്പത്തുള്ള ഒരു വൃദ്ധന്റെ വീട്ടിലാണെന്ന് നമുക്ക് കാണാം. അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന കോങ്ങിന്റെ അമ്മയ്ക്ക് പക്ഷെ ഇവർ ഈ ലഹരി കച്ചവടം നടത്തുന്ന ആളുകളാണ് എന്നത് അറിയില്ല. ആ അമ്മയുടെ അടുത്തേക്ക് എത്തുന്ന ആ തിയേറ്ററിന്റെ ഉടമ ഇനി ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ ഇയാൾ ആരാണ്, ഇയാൾ എന്തിനാണ് തങ്ങളെ പിന്തുടരുന്നത് എന്നതൊന്നും അവർക്കറിയില്ല. പക്ഷെ എപ്പോഴും തങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് ഇയാൾ. തങ്ങൾ സഹായം ചോദിക്കാതെ തന്നെ ഇയാൾ എല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മായയുടെ മരണശേഷമാണ് ഇയാൾ തങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ ആ വാടക ചെലവ് പോലും ഇയാളാണ് കൊടുക്കുന്നത് എന്നതൊക്കെ അവർക്കറിയാം. പക്ഷെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ആരാണ് ഇയാൾ എന്നതോ അവർക്കറിയില്ല. ഇയാൾ ഇങ്ങനെ ആ ഒരു തിയേറ്ററിന്റെ ഓണർ ആണെന്നതൊന്നും തന്നെ കോങ്ങിന്റെ അമ്മയ്ക്ക് അറിയില്ല. പക്ഷെ മായയുടെ മരണവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം കൊണ്ടാണ് ഇയാൾ തങ്ങളെ സഹായിക്കുന്നത് എന്നത് അറിയാവുന്നവർ നിങ്ങളാണോ യഥാർത്ഥത്തിൽ മായയെ കൊന്നത്, ആ ഒരു തെറ്റ് എന്റെ മകളെ ഏറ്റെടുത്തത് കൊണ്ടാണോ നിങ്ങൾ വെറുതെ ഞങ്ങളെ സഹായിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഉള്ള മറുപടി അയാൾ നൽകിയില്ല. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ബസ്സിൽ സ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങുന്ന കോങ്ങിനെ ആ ബസ്സിൽ നിന്ന് ഇറക്കി തന്റെ വണ്ടിയിൽ നിർബന്ധിച്ച് കയറ്റിയിരിക്കുന്ന ഓമിനെയാണ്. അവനങ്ങനെ അവളെ മുന്നിലിരുത്തി സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവളുടെ കണ്ണിൽ പൊടിയൊക്കെ അടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവൻ വളരെ കെയറോട് കൂടി അവളെ നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അവൻ ആക്ച്വലി മായയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവളോട് ദേഷ്യമാണോ അതോ ആ പഴയ കുട്ടിക്കാലത്ത് അവൻ കാണിച്ചിരുന്ന ആ ഒരു സ്നേഹവും കെയറും ഇപ്പോഴും അവൻ അവളോടുണ്ടോ? പലപ്പോഴും പല രീതിയിലാണ് ഇവൻ പെരുമാറുന്നത്. എന്തായാലും പ്രിൻസിപ്പളിന്റെ മകളായ ആ പെൺകുട്ടിയും ലൂക്കും തമ്മിൽ വഴക്ക് നടന്നതുകൊണ്ട് തന്നെ പ്രിൻസിപ്പളും ഒരു പേരന്റ് എന്ന രീതിയിൽ തന്നെ അവിടെ മകൾ ചെയ്ത തെറ്റിനുള്ള പണിഷ്മെന്റ് നൽകുന്നു. ഒപ്പം തന്നെ അതേ തെറ്റ് ചെയ്ത ലൂക്കിനോട് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ലൂക്കിന്റെ അച്ഛനെയും അവിടെ വരുത്തിയിരുന്നു. ഒരാഴ്ചത്തേക്ക് ഇവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യുകയാണ്. തുടർന്ന് പ്രിൻസിപ്പൾ ലൂക്കിന്റെ അച്ഛനുമായി സംസാരിക്കുമ്പോൾ താൻ ഒരു സിംഗിൾ പേരന്റായി മകളെ വളർത്തിയതുകൊണ്ടാകാം അവളിങ്ങനെ ഒരു കുരുത്തംകെട്ട പെൺകുട്ടിയായി പോയത്. അവൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പെന്ന് പറഞ്ഞ് ലൂക്കിനോട് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ ഈ പ്രിൻസിപ്പൾ മാപ്പ് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, എന്റെ മകളും അത്രയ്ക്ക് പാവൊന്നും അല്ല, അവളും തല്ലുകൊള്ളു തന്നെയാണെന്നെല്ലാം ലൂക്കിന്റെ അച്ഛനും പറയുന്നു. ലൂക്കിന്റെ അച്ഛൻ ആക്ച്വലി ഇതിനു മുന്നേ ലൂക്കിന്റെ ഈ ഒരു സ്കൂൾ ആവശ്യങ്ങൾക്കൊക്കെ വന്നു പോകുമ്പോൾ ഈ പ്രിൻസിപ്പളിനെ കണ്ടിട്ടുണ്ട്. കൂടാതെ അന്നേ അദ്ദേഹത്തിന് ഇവരോട് ഒരു താല്പര്യം തോന്നിയിരുന്നു. ഇപ്പൊ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് ഹാപ്പി ആയി നിൽക്കാണ്. ലൂക്കിന്റെ അമ്മ അവളുടെ കുട്ടിക്കാലത്ത് മരണപ്പെട്ടതാണ്. അതിനുശേഷം അച്ഛൻ അവളുടെ കൂടെയാണ് മറ്റൊരു വിവാഹത്തെ പറ്റി പോലും ചിന്തിക്കാതെ ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന് നൈസായിട്ട് ഒരു പ്രിൻസിപ്പളിനോട് ഒരു താല്പര്യമുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അന്ന് സ്കൂളിലേക്ക് കോങ്ങിനെ വിടാതെ കൂട്ടിക്കൊണ്ടു പോയത് ഓം മറ്റെവിടേക്കും അല്ല, കോങ്ങിന്റെ ചേച്ചിയുള്ള ജയിലിലേക്കാണ്. അവിടെ കോങ്ങിന്റെ കൂടെ
ഓമിനെ കാണുന്ന ചേച്ചി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഓമാകട്ടെ ഞാൻ വന്നത് ഇതിനെപ്പറ്റി അറിയാനാണെന്ന് പറഞ്ഞ് ആ ഒരു പ്രീവിയസ് ലവ് എന്ന ബുക്ക് എടുത്ത് കാണിക്കുന്നു. താൻ കോങ്ങിനോട് എടുത്തോണ്ട് വരണമെന്ന് ആവശ്യപ്പെട്ട ബുക്കുമായി ഓം ഇരിക്കുമ്പോൾ തന്നെ ചേച്ചിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട്. അവൻ എന്തിനെ പറ്റിയാണ് ചോദിക്കാൻ പോകുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ അല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നത്. ഓമാകട്ടെ ഈ ബുക്കിൽ എന്റെ ചേട്ടൻ നിങ്ങളെ പറ്റി കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എനിക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധം എന്താണെന്ന്. പറ, എന്തുകൊണ്ടാ നിങ്ങൾ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ ചേട്ടനെ തന്നെ നിങ്ങൾ കൊന്നതെന്നല്ല ഓം ദേഷ്യപ്പെടുന്നു. സ്നേഹിച്ചതിനുള്ള സമ്മാനാണോ എന്റെ ചേട്ടന്റെ ജീവൻ എടുത്തതെന്നെല്ലാം അവൻ ഇമോഷണലായി അവിടെ ചോദിക്കുമ്പോൾ നിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ ഉത്തരം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനെ ഇഗ്നോർ ചെയ്ത് അവിടെ നിന്ന് കോങ്ങിന്റെ ചേച്ചി പോകുമ്പോഴേക്കും ഓം ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന ടീം ഓമിനോട് കോങ് സംസാരിക്കുകയാണ്. അവൻ എത്രത്തോളം തന്നോട് ദേഷ്യപ്പെട്ടാലും അവനോട് തനിക്ക് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവൾ വർഷങ്ങൾക്ക് മുന്നേ അവൾ ഭയങ്കര വിഷമത്തിലുണ്ടായിരുന്ന സമയത്ത് അവൾക്ക് ആശ്വാസമാവാനായി അവൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ടോയ് ഇപ്പോൾ അവന് നേരെ നീട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മായി അവന് ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ചെയിനും അവളിപ്പോ തിരികെ നൽകുന്നു. ഞാൻ ലൈഫിൽ കുറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നെക്കാളും സങ്കടം നീ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്റെ സങ്കടം മാറ്റാനായി എനിക്ക് നീ തന്ന ഈ ഒരു കൂട്ട് ഇപ്പൊ എന്നെക്കാൾ ആവശ്യം നിനക്കാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് നിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവളത് അവന് കൊടുക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട് അവൻ. ആ സമയം എന്ത് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് തോന്നിയിട്ടാണ് എന്നറിയില്ല, എന്തായാലും രണ്ടുപേരും മാറ്റി കിസ് ചെയ്യുന്നുണ്ട്. അവളാകട്ടെ ആ സമയം എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, നീ എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് തിരിച്ച ദേഷ്യം നിന്നോട് ഇല്ല എന്ന് പറയുമ്പോൾ പക്ഷെ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണുള്ളതെന്ന് അവൻ മറുപടി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾ അത് ആ സമയത്ത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് അപ്സെറ്റ് ആവുന്നു. പതി എഴുന്നേറ്റ് നിന്നവൾ ആ ഒരു പാവ അവന് നേരെ നീട്ടി ഇത് നിനക്ക് തന്നെയാ വേണ്ടത്, ഞാനിത് നിനക്ക് തരാണെന്ന് പറഞ്ഞ് അത് തിരികെ അവന് കൊടുത്ത് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്കിടയിൽ ഇപ്പൊ നടന്ന കാര്യം നമ്മളും അത് മറക്കും, അതാരും അറിയേം വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര വിഷമത്തിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.